ഉമൈ പാപികളെന്നെ സുന്ദരമായലാമിവൻ തന്നെ തരി തന്നു യഹൂദ ഇണങ്ങും മഹിമ ഓടപ്പോത ചൂടവേ ഉമൈ പാപികളെന്നെ ഇവൻ തന്നെ തീരുമാനത്തിലെത്തി. ഒന്നുകിൽ പിതാവിലേക്ക് ഒന്നുകിൽ നമുക്ക് പിതാവിലേക്ക് മടക്കി കൊണ്ടുപോകാം, അതല്ലെങ്കിൽ ഇവനെ ഏതെങ്കിലും ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളി നമുക്ക് തിരിച്ചു പോകാം. യഹൂദ പറഞ്ഞു നമുക്ക് ഇവനെ നാട്ടിലേക്ക് കൊണ്ടുപോകാം, പിതാവിലേക്ക് കഴിഞ്ഞു പോയ സംഭവങ്ങളെ യാദൃശികമായി സംഭവിച്ചതാണെന്ന് പറയാം. പക്ഷെ ആളുകൾ ബാക്കിയുള്ള സഹോദരന്മാര് തയ്യാറായില്ല. ഓരോ കുട്ടിയെ കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോ പിന്നെ ഒരു രണ്ടാമത്തെ ഒരു തീരുമാനത്തിലേക്ക് നാട്ടിലൂടെ ശിക്കാറിന് പോയി പരിചയമുള്ള കൂട്ടുകാരാണ്. അവര് പറഞ്ഞു ഭയാനകമായ മുഖദ്സിന്റെയും ഇടക്ക് കിടക്കുന്ന ഭാഗത്തുള്ള ആഴമുള്ള ഒരു കിണറുണ്ട്. അതിന്റെ പേര് ജുബുൽ ഹസീനാണ്. ആ ജുബുൽ ഹസീൻ എന്ന് പറഞ്ഞ കിണറ്റിലേക്ക് നമുക്ക് ഈ കുട്ടിയെ തള്ളിയിട്ടാലോ മൈകൾ അന്നം പോലെ ശരമല്ലെങ്കിൽ വെള്ളിയാനേ ഉള്ളവരെടുത്ത് മറുദേശം ഉടൻ പോയിടുമേ അത് ിലേക്ക് എന്ന പൊട്ടക്കിടത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ നമുക്ക് തള്ളിയിട്ടാലോ? അങ്ങനെ തള്ളിയിട്ടാൽ ഒന്നുകിൽ നമ്മുടെ താല്പര്യ പ്രകാരം ഒരുപക്ഷെ കിണറിനകത്ത് മരിച്ചു പോയേക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഈ കിണറ്റിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടെങ്കിലും നമുക്ക് ഈ ശല്യം ഒഴിവായി കിട്ടുമെന്ന് കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ അടിത്താഴ്ചയുള്ള കിണറാണ് ജുബുൽ ഹസീൻ എന്ന് പറയുന്ന കിണർ. ഈ കിണറ്റിലേക്ക് നമ്മുടെ ഈ കുട്ടിയെ അവരാകെ ചിടയില്ല. തീരുമാനത്തിലെത്തി. എന്താ നമുക്ക് ഇവനെ ഈ കിണറ്റിലേക്ക് തള്ളിയിടാം. ഭയാനകമായ വനാന്തർഭാഗത്തുള്ള ഘോരവനമാണ്, മൃഗങ്ങളുള്ള വനമാണ്. ആ വനാന്തർഭാഗത്ത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന ആദിന്റെ മകൻ ശദ്ദാദ് ഉണ്ടാക്കിയ കിണറാണ്. 1160 അടിയോളം ആഴമുള്ള കിണറാണ്. യോർദാന്റെയും ബൈത്തുൽ മുഖദ്ദസിനെയും ഇടയിലുള്ള പ്രദേശത്ത് കിടക്കുന്ന ചരിത്ര പ്രധാനമായ രാജ്യത്തുള്ള കിണറാണ്. ആ കിണറ്റിലേക്ക് കുഞ്ഞുമോനെ തള്ളിയിടാമെന്ന് തീരുമാനിച്ചു. ഏതായിരുന്നാലും അവരാകെ ചിടയില്ല. മനസ്സുകൊണ്ടവരെല്ലാവരും തീരുമാനിച്ചു പൊട്ടക്കിണറ്റിലേക്ക് തള്ള. അന്ന് കോപത്തിലോ നടുക്കി കെട്ടിക്കൈ കാൽകൾ പിന്നെ ചെന്ന് കോപ്പായമ്മോ ഇടുവാനേ പുണ്യമൂല പ്രവാചകനാകാൻ നിയോഗിതരാകുന്ന വലിയ പുണ്യമുള്ള ആ ചെറുപ്പക്കാരാണെന്ന് യൂസുഫാകുന്ന പുണ്യമോനെ കൈകളും കരങ്ങളും കാലുകളും കൈകരങ്ങളും ബന്ധിച്ച് കാലുകളും കൈകളും കൂട്ടിക്കെട്ടിയിട്ട് ആ മനുഷ്യന് ഭയാനകമായ ആ ചെറുപ്പക്കാരനെ പുണ്യമോനെ ഒരു പിതാവിന്റെ മണിത്തട്ടിൽ താരാട്ടിന്റെ പാട്ട് കേട്ട് സന്തോഷത്തോടുകൂടെ ആ പുണ്യമോന്റെ ഭൂമുഖം ദർശിച്ചുകൊണ്ട് മാത്രം സമയങ്ങൾ തള്ളി നീക്കുന്ന പൊന്നുപിതാവ് ആ പൊന്നുപിതാവിന്റെ കൈകളിൽ നിന്ന് ധാരാളം ഹസ്തങ്ങളിലേക്ക് മാറ്റപ്പെട്ട അരുമസന്താനം എന്ന സഹോദരന്മാരുടെ ജുബുൽ ഹസീൻ എന്ന ഒട്ടക്കിണറ്റിലേക്ക് കരങ്ങളും കാലുകളും ബന്ധിച്ച് അതിലേക്ക് തള്ളിയിടാൻ വേണ്ടി ശ്രമം നടത്തുമ്പോ ആ പൊന്നുമോന്റെ ശരീരത്തിൽ കിടക്കുന്ന കുപ്പായം വലിച്ചു കീറാൻ അവർ താല്പര്യപ്പെട്ടു. സഹോദരന്മാര് അതിൽ വേറെ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ആ കുപ്പായം വലിച്ചു കീറാൻ വേണ്ടി തയ്യാറായി. ആ പൊന്നുമോന്റെ കുപ്പായം എടുക്കാൻ വേണ്ടി
വലിച്ചു കയറാൻ വേണ്ടി കരങ്ങളും കാലുകളും ബന്ധനസ്ഥനാക്കി പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടാൻ വേണ്ടി പോകുന്ന ആ പൊന്നുമോന്റെ മാനസത്തിലാണ് ഒരുപാട് പ്രയാസങ്ങളാണ്. ഏതായാലും അവന്റെ കുപ്പായം പോലും ഊരിയെടുക്കാൻ ശ്രമം നടത്തുമ്പോ ആ പൊന്നുമോന് ഇവരെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരങ്ങളെ മാരിത്താലൻ കാപത്തിന് ഏതോ തീരല്ലേ അപ്പോൾ തിരയിൽ പിന്നെയുണ്ട് പറ്റിയടേറ്റ് പൊള്ളിച്ചവർ നമ്മെ കിണറുകൊള്ള് വലിച്ചേ പിന്നെ ഉരയുന്നെങ്കികളെ മാരിത്താലൻ കബനിന്ന് ഉള്ളേ കമീസുകൾ എടുത്തിടല്ലേ അപ്പോൾ മത്തിരമിൽ റവുതിയിലുടൻ ചൊന്നേ ഉത്തരടുത്തോട ഉപ്പിനകന്നേ പറ്റിപ്പെടുത്ത പൊളിത്തവർ നന്നേ കിണറ് കൊള്ളേ വലിത്ത് പിന്നെ കാലുകളും യൂസുഫാകുന്ന പൊന്നുമോനെ ജുബ്ബുൽ ഹസീനാകുന്ന പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട് സഹോദരന്മാർ ദുർബുദ്ധിയാകാരണം അവൻ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച് ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോ അവന്റെ ശരീരത്തിലുള്ള കുപ്പായം ഊരാൻ വേണ്ടി ചെന്ന സഹോദരന്മാരോട് പറഞ്ഞു, സഹോദരങ്ങളെ ഞാനൊരു പക്ഷേ ഈ പൊട്ടക്കിണറ്റിൽ വെച്ച് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുള്ള ഈ എന്റെ കുപ്പായം പോലും നിങ്ങൾ എടുക്കല്ല. ഞാനെങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ ഒരു കറഫൻ തുണിയായിട്ടെങ്കിലും ഉപയോഗപ്പെടുത്താനോ, അതുകൊണ്ട് കുപ്പായം നിങ്ങൾ ഊരി പോകരുതെന്ന് പറഞ്ഞപ്പോ അതൊന്നും കേൾക്കാത്ത സഹോദരന്മാര് പറ്റിയവർ പിന്നെ ആ കുപ്പായം ഊരിയെടുത്തുകൊണ്ട് കരങ്ങളും കാലുകളും ബന്ധിച്ചുകൊണ്ട് ഭൂമിയുടെ മണൽപ്പരപ്പിലൂടെ മലമടക്കുള്ള ചക്രവാളങ്ങളെ തന്നെ മാറ്റി പ്രഭാതത്തിന്റെ അരുണ കിരണങ്ങളുമായി പ്രത്യക്ഷപ്പെട്ട ശക്തമായ സൂര്യന്റെ താപമേറ്റുകൊണ്ട് താപം നിർഗളിക്കുന്ന മരീചികൾ മാത്രമുള്ള മണൽപ്പരപ്പിലൂടെ ചെറുപ്പക്കാരനെ കരങ്ങളും കാലുകളും ബന്ധിച്ചുകൊണ്ട് ആ ഭയാനകമാകുന്ന ജുബ്ബുൽ ഹസീനാകുന്ന ഒറ്റക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സഹോദരന്മാർ ദുർബുദ്ധിയാൽ ലോകം പോലും കരുത്തിരുന്നു പോവുകയാണ്. സൂര്യൻ കാറ്റുകാരഞ്ഞ സുന്ദരൻ സോദരൻ മക കാറ്റു തകർമനോ പടിഞ്ഞാറ് ചക്രവാളത്തിൽ നിന്ന് അടിച്ചു വീശുന്ന മന്ദമാര് തന്റെ തലോടകൾ പോലെ ഈത്തപ്പന മരത്തിന്റെ ഓലകളിലൂടെ ആരാട്ടുപാടി താലോലം വീട്ടി നെഞ്ചാമരം വീശി കൊടുത്തുകൊണ്ടിരുന്ന ആ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്ന ആ ഈത്തപ്പന ഓലകൾ പോലും ആടിയുലയാതെ ശോകമുഖമായ രംഗമാണ്. പിന്നീട് ലോകത്തെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഐതിഹാസികമായ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരു പൊന്നുമോനെയാണ് 14 രാവ് ചന്ദ്രനെ പോലും നാണിപ്പിക്കുന്ന പ്രകാശപൂരിതമായ വചനമുള്ള സൗന്ദര്യത്തിന്റെ നിറകുടധാമമായ ചെറുപ്പക്കാരനാകുന്ന ആ യൂസുഫിനെയാണ് കരങ്ങളും കാലുകളും ബന്ധിച്ച് മണൽ പരപ്പിലൂടെ ജുബ്ബുൽ ഹസീനാകുന്ന പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടാൻ വേണ്ടി വലിച്ചു കൊണ്ടുപോകുമ്പോ കേണപേക്ഷിച്ച് സഹോദരന്മാരെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ശരീരത്തിലുള്ള കുപ്പായം നിങ്ങളെടുക്കല്ല. അവസാനം ഞാൻ മണ്ണറക്കുട്ടിലേക്ക് ഈ ജുബ്ബുൽ ഹസീനിൽ വെച്ച് മരണപ്പെടുമ്പോ എനിക്കൊരു കബന്ധണിയായിട്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്താനോ എന്ന് പറഞ്ഞു സഹോദരന്മാർ കേൾക്കൂല എന്ന് മനസ്സിലാക്കി വീണ്ടും ആവശ്യപ്പെട്ടപ്പോ വീണ്ടും ആ ചെറുപ്പക്കാരനെ ഒറ്റക്കെട്ടിലേക്ക് വലിച്ചിറക്കപ്പെട്ടപ്പോ അവസാനമായി ഒരു സഹോദരൻ കാൽക്കീഴിൽ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഒരുപാട് കെട്ടിമറിഞ്ഞ് പിടിച്ചു നോക്കി. അതാരുടെ പാദമായിരുന്നു? ഭയത്തോടെ പാദത്തെ അണ്ട
അല്ലലമിന്നോ യാലിറങ്ങി ഇണ്ടലയിൽ പരമോടി മുങ്ങി ഇടുമേ നബി യൗമി ആയാൽ അനന്തുകി സലോക വേണ്ട അലോക വേണ്ട അബിലാലേ ഗണിത്ത് താത്തി ിടവസനീത്തോ തുമൈ ബാബയുടെ അരുകത്തോ തിടും പോകലേ നീനക്കാന് വസിയത്തമേ വസിയത്തമേ അവസാനമായി ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തില് അവസാനത്തെ ഒരു ശ്രമം നിലക്ക് അല്പമെങ്കിലും നല്ലോണം അനുഗമനം പ്രകടിപ്പിക്കുന്ന യഹൂദായുടെ പാദത്തെ ചുറ്റി പിടിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് പൊന്നുമോൻ പറഞ്ഞു, സഹോദരായ യഹൂദ, എന്റെ നിങ്ങളെ തിരാടുകളെ ചെയ്യുന്നത് ഉപ്പായി വർത്തമാനം അറിഞ്ഞാൽ ഉണ്ടാകുന്ന ദുഃഖം നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് പൊന്നു സഹോദര, ഭയാനകമായ ചുറ്റുള്ള സ്ഥിരാകുന്ന പൊട്ടക്കിണറ്റിലേക്ക് ഞാൻ എന്ത് പാപമാണ് ചെയ്തത്, നിങ്ങൾ തള്ളല്ലേ എന്ന് പറഞ്ഞു യഹൂദയുടെ യഹൂഭയത്തോടെ യഹൂദാന്റെ പാദത്തെ ഊതം ചുരുക്കി പിടിത്ത യഹൂദാന്റെ കാല് കെട്ടിമറിഞ്ഞ് പിടിച്ചപ്പോ അതിനൊന്നും അവസരം കൊടുക്കാതെ തന്റെ ദോരോധനങ്ങള് സഹോദരൻ പറയുന്നത് കേട്ടവർക്ക് ദുഃഖം അവന് അനുകമ്പ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് യഹൂദാന്റെ പാദം പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരനാകുന്ന ചെറുപ്പക്കാരനാകുന്ന യൂസുഫിന്റെ സഹോദരന്മാര് 9 വരുന്ന സഹോദരന്മാര് ഓടി വന്ന് വലിച്ചെടുത്തിയോ അനുഗ്രഹത്തോടുകൂടെ മലക്ക് ജിബ്രീൽ. സഹോദരങ്ങളെ, ബാക്കി ഭാഗം നാളെ പാടാനും പറയാനും സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പോകരുത്, ഒരുപാട് ആളുകൾ ചെറുതും വലുതുമായ സദഖകൾ നമ്മുടെ മഹത്തായ പരിപാടിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ചെറിയ ഒരു ദുആ മാത്രമേ ഉള്ളൂ. മഹത്തായ പരിപാടിയിലേക്ക് പ്രത്യേകം അസുഖം മാറാനും ഉദ്ദേശം നിറവേറാനും വീട് പണി